ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ക്യാഷ്യൂ ബോൾസ് എങ്ങനെ ഈസിയായി തയ്യാറാക്കാമെന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അന്നേരം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളൊക്കെ നമുക്ക് മതി ഇതുണ്ടാക്കാനായിട്ട്. അന്നേരം എന്തൊക്കെയാണെന്ന് കാണാം അല്ലേ. ഇവിടെ വേണ്ടത്, ഞാൻ എടുത്തേക്കുന്നത് 1 ഗ്ലാസ് അരിയാണ്. ഏത് തരം അരി വേണേലും നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 1 കഷ്ണം ശർക്കരയാണ്. ഈ ശർക്കര നമുക്ക് ഉരുക്കാനായിട്ട് ഞാനിപ്പം കുറച്ച് വെള്ളത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടേക്കുവാണ്. അന്നേരം അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ അരിയും ചൂടാക്കി എടുക്കാം. നമുക്ക് ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആവുന്നോടം വരെ നമ്മുടെ ഈ അരി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ അന്നേരം ഈ ശർക്കര ഉരുക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഈ അരിയും ഞാൻ സൈഡിൽ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ശർക്കര ഇപ്പം വെള്ളത്തിൽ ഉരുകി വരുന്നുണ്ട്. അന്നേരം ഇത് ഉരുകി ഒന്ന് വന്നതിന് ശേഷം, തണുപ്പ് അറിയതിന് ശേഷം നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ സമയം കൊണ്ട് ഏകദേശം നമ്മുടെ അരിയും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം ഒരു ബ്രൗണൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. 4 ഏലക്ക വല്ലതും മതി ഇതിന് വേണ്ടി. അതിന് ശേഷം ഇതൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചെറുജീരകം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ചൂടാറി ഒന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം അരി നല്ലപോലെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഇതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അന്നേരം അതിന് വേണ്ടി നമുക്ക് ഈ മിക്സിയിലിട്ടൊന്ന് ഏകദേശം നല്ല പോലെ തന്നെ ഈ അരി ഒന്ന് പൊടിച്ചെടുക്കാം, ഏകദേശം ഈ ഒരു പരുവത്തിൽ. അതിന് ശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിനോട് ആഡ് ചെയ്യേണ്ടത്, നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്കൊരു അരിപ്പയിൽ അരിച്ചൊഴിക്കാം കേട്ടോ. അരിച്ചൊഴിക്കാം. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ലൂസായിട്ട് കണ്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം ഒരു തണുപ്പൊക്കെ ആറി വരുമ്പോഴത്തേക്കും ഇത് മുറുകി വരുവാണ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് ഇതിൻ്റെ കൂടെ 1 പിടി തേങ്ങയും 1 പിടി കാഷ്യൂ നട്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അന്നേരത്തേക്കും നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് പാകത്തിനായി വന്നോളും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പച്ചരി ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ബാക്കി അരിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പച്ചരി എടുക്കാതിരിക്കാൻ നോക്കണം. പിന്നെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് ഏകദേശം മുറുകി വന്നോളും. അതിനുശേഷം നമുക്ക് ഓരോ ചെറിയ ഉരുളയായിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാം. അന്നത്തേക്കും ഇത് നമുക്ക് നല്ലൊരു 4 മണി പലഹാരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അവർ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ്സും കൊണ്ട് ഈ സംഭവം നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ പിള്ളേർക്ക്. അന്നേരം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ ഗൈസ്, നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സൂപ്പറാണ്, അടിപൊളി.
നമ്മുടെ അവിലോസുണ്ടും ഇല്ല, ഏകദേശം അതിൻ്റെ മോഡൽ ടേസ്റ്റാണ്. കശുവിൻ്റെ ഉണ്ട്, നല്ലപോലെ മധുരമുണ്ട്. പിള്ളേർക്കൊക്കെ പറ്റിയ സംഭവം കേട്ടോ. കുഞ്ഞാറ്റയൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അതുപോലെ 2 ഉണ്ടാക്കി കൊടുത്താൽ നമുക്കത് മതി. നല്ല ടേസ്റ്റ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയ, അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ്, ഇൻഗ്രീഡിയൻസ് എന്നാണ് ചേച്ചിയോട് ചോദിച്ചാൽ മതി, ചേച്ചിക്കറിയാം. നമ്മളിത് കഴിക്കുന്നതിലാണ് എക്സ്പെർട്ട്. അപ്പം നമ്മൾ കഴിച്ചു നോക്കാം. കശുവിൻ്റെ നല്ലപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കണം. ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ചേച്ചി ഇനിയും വരുന്നതാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്, നല്ല മധുരമാണ്.